സൂര്യാന്തി കാണിച്ചാലോ. അതാ ഇതാണ് കേട്ടോ സൂര്യാന്തിയുടെ അവസ്ഥ. നമ്മളെ സ്വിമ്മിംഗ് പൂൾ അടിപൊളി കഴിഞ്ഞു. ഇഡ്ഡലി വട ചപ്പാത്തി എല്ലാം. ഓക്കെ, അപ്പോൾ അതാ ഇടിയപ്പം മതി നാലെണ്ണം മതി. ഓക്കെ, ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി ചമ്മന്തി സംഭവം എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റൈൽ ഇഡ്ഡലി. അപ്പോൾ ചമ്മന്തി മാത്രമല്ല, വടയും വടയുടെ കൂടെ വേറൊരു ചട്നി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരിക്കും ഈ സാധനം. കൊള്ളാം കേട്ടോ, പൊളി സാധനം, പൊളി ടേസ്റ്റ്. ഒരു അടിപൊളി ഇഡ്ഡലിയാണ്, നല്ല സോഫ്റ്റ് ഇഡ്ഡലി, നല്ല കിടില ചട്നിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്പോട്ട് എത്താനായിട്ട് വേറെ 8 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളെ സ്ഥലം എത്തിയില്ല. ഇവർ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അതാ ഇവിടെ ഫുള്ള് സൂര്യകാന്തി ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. എല്ലാം അങ്ങോട്ട് നോക്കി നിൽക്കുക. സൂര്യ അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ, നല്ല വെയിലുണ്ട്. എന്തായാലും ലൊക്കേഷനിൽ 4 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ട്, അവിടെ കൂടെ പോയി നോക്കാം. എടാ, ഈ സൂര്യകാന്തി അതെവിടെയാണ്? ഓക്കെ, സ്ഥലത്തിന്റെ പേര് ടീ സ്റ്റംപ് എന്നാ. അത് ബൈക്കിന്റെ ടീ സ്റ്റംപ് അല്ലേ എന്തോ. സൂര്യകാന്തി സ്ഥലം പറഞ്ഞത് പാടാ. അങ്ങ് അല്ലെങ്കിൽ രണ്ടാമത്തെ പാലം കഴിഞ്ഞിട്ട് ഉണ്ട്. ഉണ്ടാ
ഇങ്ങ പാലൂർക്കാ ആ ആണോ? തിഷ്ടമ്പലം ആ സൂര്യകാന്തി. ഓക്കെ ഓക്കെ ഓക്കെ. തമിഴ്നാട് മച്ചന്മാർ ഭയങ്കര കാര്യമാണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ KL നമ്പർ പ്ലേറ്റ് കണ്ടല്ലോ, അപ്പോഴേ വിളിച്ച വണ്ടി നിർത്തി ചവിട്ടി ചോദിക്കുകയാണ് എവിടെ പോകണമെന്നാ. നല്ല തക്കപ്പെട്ട മനസ്സുള്ള ആൾക്കാരാണ്. അപ്പം എന്തായാലും സൂര്യകാന്തി കാണിച്ചില്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന പെണ്ണെന്നെ കൊല്ലും. അവളെ പൈസയ്ക്കാണ് വന്നത്. അപ്പം നമ്മൾ പിടിച്ചു ഗായ്സ്. അയ്യോ സൂര്യകാന്തിയൊക്കെ വാടിപ്പോയടാ. പൂവില്ല, അതിൻ്റെ ഇത് മാത്രമേ ഉള്ളു. രണ്ടും കൂടെ സൂര്യകാന്തി കാണാൻ വന്നേക്കണ്. ആ വേറെ പണിയില്ലാതെ കന്യാകുമാരി തന്നെ പോയാൽ മതിയായിരുന്നു അല്ലേ? അയ്യോ. അപ്പം ഞാൻ അതാ സൂര്യകാന്തി കാണിച്ചു തരാം. അതാ ഇതാണ് കേട്ടോ സൂര്യകാന്തിയുടെ അവസ്ഥ. എല്ലാം അതിൻ്റെ മൊട്ട് മാത്രമേ ഉള്ളൂ, അതിൻ്റെ എന്താണ് പൂവില്ല. അയ്യോ സീൻ. അപ്പം നമ്മൾ വന്ന സീസൺ കറക്റ്റല്ല കേട്ടോ, എല്ലാം ആടിപ്പോയി. അപ്പോൾ ഇനി ഇങ്ങോട്ടത്തേക്ക് ആരും നോക്കണ്ട കേട്ടോ. വന്നാൽ നിങ്ങൾ പോസ്റ്റായി പോവും. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ മാത്രം നോക്കിയാൽ മതി. സൂര്യകാന്തി വന്നത് കിട്ടിയ പണികൾ നോക്കി പെട്ടുപോയി. അയ്യോ ഒരെണ്ണം പോലും നല്ല വിരിഞ്ഞില്ലല്ലോ അല്ലേ ഗായത്രി? ഒരെണ്ണം പോലും നല്ലോണം വിരിഞ്ഞതില്ലെന്നേ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോടെ തന്നെ ഓടിക്കോ. ഗൈസ് ഇതാണ് അപ്പോൾ അവസ്ഥ. സൂര്യകാന്തിയുടെയൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. ഒരാൾ പൂവിൻ്റെ ഇടയിൽ കൂടെ ഓടി വരുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരെണ്ണം കിട്ടി. അതെങ്കിലും കിട്ടിയല്ലോ അല്ലേ? അപ്പം നോക്കി എൻ്റെ പൊന്നെ വൻ ഷോക്കായിപ്പോയി. അത് ഞാൻ വിചാരിച്ച നല്ല തിരക്ക് കാണുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ല, ഞാനും ഗായത്രിയും മാത്രം. നോക്കിയ ഒറ്റ ആൾക്കാരില്ല. തോട്ടം നനയ്ക്കാവുന്ന ആൾക്കാർ തന്നെ അപ്പുറത്ത് നെല്ലൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അയ്യോ. അപ്പം എന്തായാലും വൻ ഷോക്കായിപ്പോയി വന്നത്. ഒരു പൂവില്ല, നല്ലോണം വരിച്ചതല്ല കേട്ടോ. അതാ പക്ഷെ സംഭവം കൊള്ളാം അല്ലേ ഗായത്രി? വ്ളോഗ് ചെയ്യട്ടെ. അപ്പോൾ സൂര്യകാന്തി കാണാൻ പറ്റിയില്ല. സംഭവം കാണാൻ പറ്റിയിരുന്നെങ്കിലുണ്ടല്ലോ സീൻ സാധനം ആയാലും ഈ ഒത്തനെ ഇരിക്കാൻ തന്നെ രസമുണ്ട്. ഇത് വിരിഞ്ഞെങ്കിൽ മാരക ലെവലാകാൻ കേട്ടോ. അതാ ഏക്കർ കണക്കല്ല 2 പാടം അല്ലേ? 2 പാടം, ഒരു പാടമുള്ള. അപ്പോൾ ഒരു പാടം നിറച്ച്, ഒരു പാടമല്ല 2 പാടം ഉണ്ട്. 2 പാടം നിറച്ച് സൂര്യകാന്തികൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാണാൻ അടിപൊളി ആയേനെ. പക്ഷേ മിസ് ചെയ്ത് കാണാൻ പറ്റില്ല. കാണാൻ പറ്റിയിരുന്നെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് അല്ലേ? ഇരിക്കട്ടെ ഇംഗ്ലീഷ്. അടിപൊളി ആയേനേട്ടാ. പക്ഷേ മിസ് ചെയ്ത് എന്തായാലും. അപ്പം എന്തായാലും നമ്മൾ വരുന്ന വഴിക്ക് ഒരു സൂര്യകാന്തി കണ്ടില്ലായിരുന്നു. അപ്പം അവിടെ കുറച്ച് അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നണം. അപ്പം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സൂര്യകാന്തി ഉണ്ട്, അത് കാണിക്കും. ആണല്ലേ? 2 കിലോമീറ്റർ അല്ലേ? ഓക്കെ സെറ്റ്. താങ്ക് യു അണ്ണ. നമ്മൾ പോയപ്പോൾ കണ്ട ആ ഒരു സൂര്യകാന്തി തോട്ടത്തിൻ്റെ അവിടെയാണ് കേട്ടോ നിന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു മച്ചാൻ പറഞ്ഞ് വേറെ ഒരു സ്പോട്ടുണ്ട്, ഇവിടുന്ന് 2 കിലോമീറ്റർ പോയാൽ മതി, അവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞാൽ. ഇവിടെ പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലം പാസ് ചെയ്താണ് നമ്മൾ നേരത്തെ ആ ഒരു വാടിയ സൂര്യകാന്തി ഉള്ള സ്ഥലത്തേക്ക് പോയത് കേട്ടോ. പക്ഷേ ഇവിടെ വന്നാൽ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. നോക്കിയോ, ഏക്കർ കണക്കിന് സൂര്യകാന്തി ഫ്രൂക്കിൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സംഭവം വാടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇന്നാ നാളെയോ മറ്റന്നാളെയോ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വന്നാൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റുന്നു കേട്ടോ. ചില ചെടികളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഡിലേ ആക്കാതെ പെട്ടെന്ന് വന്നാൽ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാനും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. എന്തായാലും സംഭവം കൊള്ളാം. എന്തായാലും നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ച് വൈകുന്നേരം ടൈമിലൊക്കെ വന്നാൽ നല്ല രീതിക്ക് വീഡിയോസും അതുപോലെ നല്ലോണം ഇവിടെ നിൽക്കാനും പറ്റും കേട്ടോ. ഇപ്പം നല്ല വെയിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ നൊങ്ക് പനങ്കരിക്ക കേട്ടോ. അത് കരിക്കല്ലേ? ഓ ഇതിൻ്റെ എന്താ ഉദ്ദേശിക്കുന്നത്? അത് വേണ്ടമ്മ, ഷുഗറില്ല നൊങ്ക അത്രേ ഉള്ള ചെറിയ നൊങ്ക தெரிச்சுண்டா எவ்வளோ இது நொங்கு 15 எல்லாம் மிஸ்ஸிங் நல்லா இருக்கும்.
അത് ആ ബിയറിന്റെ കുപ്പിയൊക്കെ ഇരിക്കലേട്ടാ. പക്ഷെ എന്തൊക്കെയാണ് കറിക്ക് തരണ്ട, എന്തായാലും കുടിക്കാം. ചത്തുപോലെ തോന്നുന്നു. ഈ കാണുന്ന കുഞ്ഞു നൊങ്കിന് വാങ്ങിച്ച പൈസ എന്ന് വെച്ചാൽ 200 രൂപയാണ്. 2 എണ്ണത്തിന് 200 രൂപയാണ് ഇവര് നമ്മൾക്ക് വാങ്ങിച്ച. അപ്പം ആദ്യമേ വിലയൊക്കെ തിരക്കിട്ട് കഴിക്കണം. നമ്മളെപ്പോലെ അപ്പത്തും പറ്റില്ല. 200 രൂപ ജസ്റ്റ് മിസ്സിനാണ് ഈ ഒരു സ്ഥലം നമുക്ക് കിട്ടിയത്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നത് വെറും വേസ്റ്റായി പോയേനാ. അപ്പോൾ അവിടെ നമ്മുടെ ഒരു മച്ചാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതും ഇവിടെ കണ്ടതും. എന്തായാലും ഭാഗ്യമായി. ഒരുപാട് സ്പോട്ടുണ്ട്, സൂര്യോദയമൊക്കെയുള്ള ഒരുപാട് സ്പോട്ടുണ്ട്. ഒരിടത്തില്ലെങ്കിൽ മറ്റിടത്ത് കാണും, അങ്ങനെയുള്ള ഒരു സ്പോട്ടുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്, സന്തോഷം. ഇവിടെയൊക്കെ തക്കാളി കൃഷിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇനി വെള്ളച്ചാട്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് കയറണം. അടുത്ത നമ്മൾ വന്നേക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ കുറ്റാലം വാട്ടർഫാൾസിലാണ് കേട്ടോ. ഇതാണ് വാട്ടർഫാൾസ്. എവിടെ പോയാലും ഇത് തന്നെ ഗായത്രി. ആ വാട്ടർഫാൾസ് വന്നപ്പോൾ അപ്പം ഇതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ അതാ വീടെത്തി. വണ്ടിയുടെ കേസ് ഇതാണ് വണ്ടിയുടെ അടി. നോക്കി വണ്ടി കിടന്ന് തുള്ളിച്ചാടാ. അമ്മ അതിന് പ്രശ്നമായി. നീ ചേർത്ത് മാറിയാ ഇതാണ് ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ അവസ്ഥ കേട്ടോ. അപ്പോൾ എന്തായാലും ഷോക്ക്, പുതിയ ഷോക്കിന് ഏകദേശം 6000, 7000, 8000 വരെ റേറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. നമ്മളെ 390 ഷോക്ക്, നമ്മളെ NSന്റെ ഷോക്കൊക്കെ ഇതിൻ്റെ അകത്ത് സൂട്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ അത്രയ്ക്ക്
ഒരു സുഖമില്ലെന്നൊക്കെ പറയണം. സ്റ്റോക്ക് ഷോക്ക് തന്നെ ബെറ്റർ എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അതെന്തായാലും പുതിയ തന്നെ വാങ്ങിച്ചിട്ടാലേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ RCBയുടെ റീബൗണ്ട് കമ്പൾഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് പറയും. പക്ഷേ അതിന് 20,000 30,000 പിന്നെ അങ്ങനെ ISSൻ്റെയൊക്കെ വന്നിട്ട് 50,000 പുറത്തൊക്കെ റേറ്റ് ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്നും പറ്റുന്നില്ല. സ്റ്റോക്ക് ഷോക്ക് തന്നെ ഇപ്പോൾ വാങ്ങിച്ചിടണം. അപ്പോൾ എന്തായാലും ഒരു എമൗണ്ട് ഇപ്പോൾ പൊട്ടും കേട്ടോ. നമ്മൾ എക്സ്പ്രസിൻ്റെ അകത്ത് CC അടയ്ക്കാനുള്ള സമയമായി, ബേക്ക് ഷോക്കും പോയി. അപ്പം രണ്ടും കൂടെ ഒരുമിച്ചായതുകൊണ്ട് പാട്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ ബേക്ക് ഷോക്ക് മാറ്റുന്നതായിരിക്കും. അതിൻ്റെ എപ്പിസോഡ് വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇന്നൊരു ദിവസം ഫുള്ള് കറങ്ങിയത് ആ ഡ്രസ്സിൽ തന്നെ നിൽക്കുന്ന നമ്മളെ ചന്തും ഷർത്തിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് കൂട്ട് വന്നു കേട്ടോ. ചന്തു മഴയൊക്കെ പെയ്തുകൊണ്ട് വണ്ടിയൊക്കെ എടുത്ത് അകത്ത് വയ്ക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ഗുഡ് ബൈ.